ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് സിങ്ക്രണസ് മെഷീൻസ് ആണ്. അതിൽ ആൾട്ടർനേറ്ററിൻ്റെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ എയർ ഗ്യാപ്പ് ഓഫ് എ മെഷീൻ. ഒരു ആൾട്ടർനേറ്ററിൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ആൾട്ടർനേറ്റർ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. നാലാമത്തത് പിച്ച് ഫാക്ടർ. ഇങ്ങനെ 4 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ എയർ ഗ്യാപ്പ് ഓഫ് എ മെഷീൻ നോക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റേറ്ററിൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത്, റോട്ടറിൻ്റെ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇനി ആ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നോക്കിയാൽ വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. റോട്ടറിൻ്റെ സ്ലോട്ടാണിത്. സിലിണ്ടറിക്കൽ റോട്ടറാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലെന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ 2 വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 നമ്മുടെ വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇപ്പോൾ എടുത്തു. അപ്പോൾ നമുക്ക് തമ്പ് റൂൾ വെച്ചിട്ട് ഇപ്പോൾ ഇത് ഡോട്ടും, സപ്പോസ് ഇത് ഡോട്ടും ഇപ്പുറത്ത് ക്രോസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇത് ഡോട്ടാണെങ്കിൽ സംഭവിക്കും, നമ്മൾ തമ്പ് റൂൾ ഉപയോഗിച്ചിട്ട് ഡോട്ടാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് എന്ത് വരിക, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക്. അതിൻ്റെ ആരോ മാർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതായത് സൗത്തിലേക്ക്. ഓക്കെ, പിന്നെ അതേപോലെ ഇപ്പുറത്ത് ക്രോസ് ആകുമ്പോൾ ഇപ്പുറത്ത് എന്ത് വരും, ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് വരിക, മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഓക്കെ, ഇനി നമ്മൾ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്, ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ. ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ദ കറണ്ട് എൻക്ലോസ്ഡ് ഇൻ ദ പാത്ത്. ഓക്കെ, അതിൽ എച്ച് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് എച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാഗ്നറ്റിസം പറയുന്ന സമയത്ത് ബി ഇസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ഇൻറ്റു എച്ച്, അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ മ്യൂ ആർ ഇൻറ്റു എച്ച്. അതിൽ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ എന്താണ് ഇത് പറയുന്നത് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഇൻറ്റു ഡി എൽ, ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ആ ടോട്ടൽ സർക്യൂട്ടിൽ ആ പാത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് ആയിരിക്കും. ഇതാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കാം, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഇൻറ്റു ഡി എൽ ഇസ് ഈക്വൽ ടു കറണ്ട് എൻക്ലോസ്ഡ് ഇൻ ദ പാത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു റോട്ടറിൻ്റെ സർക്യൂട്ട് ഇങ്ങനെ വരിക, അതെന്തുണ്ട്, അയൺ സാധനങ്ങളുണ്ട്, ഇവിടെ എന്തുണ്ടാവും, ഒരു എയർ ഗ്യാപ്പും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ സെക്ഷൻസ് നോക്കാം. ഇവിടുത്തെ സെക്ഷൻ ഇതാണ്, ഈ ഒരു സെക്ഷനിൽ ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്നാണ്, അത് സ്റ്റേറ്ററിൻ്റെ സെക്ഷൻ ഉണ്ട്, അതുപോലെ റോട്ടറിൻ്റെ സെക്ഷനും ഉണ്ട്. ആദ്യം എച്ച് ജി ഇൻറ്റു ഐ ജി. എച്ച് ഇൻറ്റു ഐ ജി എന്ന് പറഞ്ഞാൽ, എച്ച് ജി എന്ന് വെച്ചാൽ എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന എച്ച്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് എച്ച്, അതിനെ എച്ച് ജി എന്ന് വിളിക്കുക. അതുപോലെ ലെങ്ത് ഓഫ് എച്ച് ഇൻറ്റു എൽ ജി, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പാണ് ഇത്, എച്ച് ജി ഇൻറ്റു എൽ ജി. ഓക്കെ, ഇനി അതേപോലെ ഒന്നും കൂടി ഉണ്ട്, റോട്ടറിൻ്റെ സൈഡിലും എന്ത് വരും, സ്റ്റേറ്ററിലും ഉണ്ട് റോട്ടറിലുണ്ട്, എച്ച് ജി എൽ ജി റോട്ടറിലും വരും. പിന്നെന്താണ്, സ്റ്റേറ്ററിലുള്ള ഇത് സ്റ്റേറ്ററിലുള്ള ലെങ്ത്തും അതേപോലെ എച്ചും, എച്ച് എസ് ഐ എസ് എച്ച് എസ് ഇൻറ്റു എൽ എസ്, അതേപോലെ എന്ത് വരും, റോട്ടറിലും കൂടി വരും. ദാറ്റ് ഈസ് എച്ച് ആർ ഇൻറ്റു എൽ ആർ, അതായിരിക്കും എന്ത്, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്ന ഐ. ഇതാണ് ആംപിയർ സർക്യൂട്ടൽ ലോ. അതായത് ഒരു ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡിൻ്റെ പാത്ത്, ഒരു പാത്തിലുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എന്തെന്ന് പറയാം, ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഇൻറ്റു ഡി എൽ. ആ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്. എയർ ഗ്യാപ്പ് ഉണ്ട്, എയർ ഗ്യാപ്പിലുള്ളത് എച്ച് ജി ഇൻറ്റു എൽ ജി, അങ്ങനെ 2 ടൈംസ് വരും. പിന്നെന്താ, സ്റ്റേറ്ററിൽ എന്തുണ്ട്, എച്ച് ഐ ഇൻറ്റു അല്ലെങ്കിൽ എച്ച് ഐ എസ് ഇൻറ്റു അയൺ. ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൺ എന്നാണ്, ഈ ഒരു പാത്ത് അയൺ പാത്ത്. അതേപോലെ ഇവിടെ എയർ ഗ്യാപ്പ് ഉണ്ട്, 2 പാത്താണ് ഉള്ളത്. അപ്പോൾ എച്ച് ഐ എസ് ഇൻറ്റു എൽ ഐ എസ്. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. അതേപോലെ എന്ത്, റോട്ടറിലും എന്ത് വരും, എച്ച് ഐ ആർ ഇൻറ്റു എൽ ഐ ആർ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഐ. ഓക്കെ, ഇനി നമുക്ക് ഇതറിയാം, റിലക്റ്റൻസ് ഓഫ് അയൺ ഈസ് വെരി വെരി ലെസ് ദാൻ റിലക്റ്റൻസ് ഓഫ് ഏതായിരിക്കും, എയർ ഗ്യാപ്പ്. കാരണം എയർ ഗ്യാപ്പിനാണ് എന്ത് വരിക, കൂടുതൽ റിലക്റ്റൻസ് വരിക. നമുക്കറിയാം ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു റിലക്റ്റൻസ് എം എം എഫ് ഡിവൈഡഡ് ബൈ എന്താണ്, റിലക്റ്റൻസ് ആണ്. ഇവിടുത്തെ റിലക്റ്റൻസ് ഏതൊക്കെ വരും, ടോട്ടൽ ആർ ഐ പ്ലസ് ആർ ജി വരും. പക്ഷേ ആർ ഐ നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും. കാരണം ആർ ജി ആണ് എന്ത് വരിക, കൂടുതൽ വരും. ദാറ്റ് ഈസ് എൻ ഐ ബൈ ആർ ജി. അപ്പോൾ നമ്മൾ എയർ ഗ്യാപ്പിൻ്റെ സെക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ബാക്കി 2 സെക്ഷൻ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഐ ടേമിൻ്റെ നെഗ്ലക്ട്, അയൺ പീസിൻ്റെ ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എച്ച് ജി ഐ ജി. എച്ച് ജി ഐ ജി, 2 എച്ച് ജി ഐ ജി ഇസ് ഈക്വൽ ടു ഐ. അതിൽ എച്ച് ജി ഇസ് ഈക്വൽ ടു എന്ത് വരും, ഐ ബൈ
സോറി HGLG, ദാറ്റ് ഈസ് I/2LG എന്ന് കിട്ടും. അതായത് ഒരു എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന എന്ത് എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് എന്ത് I/2LG. ഓക്കെ, ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിലേക്ക് മാറ്റുമ്പോൾ ഇത് വരും, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിലേക്ക് മാറ്റും. BG ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, μ0 μr ഉണ്ടാവും, കാരണം എന്താ എയർ ഗ്യാപ്പിലാണുള്ളത്. μrൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, μ0I/2LG, μ0I/2LG. ഇതാണ് എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. BG ഈസ് ഈക്വൽ ടു μ0I/2LG. LG എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ എയർ ഗ്യാപ്പ്, എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത്. I എന്ന് പറയുന്നത് ടോട്ടലി സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറണ്ട്. ഓക്കെ, നമുക്ക് എന്തിനാ പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ എയർ ഗ്യാപ്പിലാണ് എന്തുണ്ടാവുമെന്ന് പറഞ്ഞു, നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തുണ്ടാവുക, റിലക്റ്റൻസ് കൂടുതലുള്ള ഭാഗമാണ് എന്ത്, റിലക്റ്റൻസ് കൂടുതലുള്ള ഭാഗമാണ് എന്ത്, എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലക്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. റിലക്റ്റൻസ് കൂടുതലാണെങ്കിൽ ഫ്ലക്സ് കുറവായിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ എന്താണ് ഒരു എയർ ഗ്യാപ്പിൽ എങ്ങനെയാണ് ഫ്ലക്സ് പോകുന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇനി നോക്കാം. ഇഫ് എ കണ്ടക്ടർ മൂവ്സ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിനകത്ത് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഫാരഡേസ് ലോ പ്രകാരം ഒരു ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഇനി ആ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ സെയിം ആസ് ദ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം ഫ്ലക്സിൻ്റെ അതേ ഷേപ്പിലായിരിക്കും എന്തുണ്ടാവുക, EMF ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ നോക്കിയേ, നമ്മൾ രണ്ട് സ്ലോട്ട് എടുത്തെടുത്ത് വെച്ചു. ഇവിടെ നോക്കിയ ഡയറക്ഷൻ എന്ന് പറയുന്നതാണ്, ഇവിടെ ഈ ഡയറക്ഷനിലേക്കാണ് ഫ്ലക്സ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി വരും. എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സൈഡിലോ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് അടുത്ത എയർ ഗ്യാപ്പിൻ്റെ സെക്ഷനിൽ ഇത് വീണ്ടും എന്ത് വരും, ഇങ്ങനൊരു പൊസിഷനിൽ വരും. അപ്പം നമുക്ക് എന്ത് ട്രപ്പിസോയിഡൽ വേവ് ഫോം ആണ് ഇവിടെ കിട്ടുക, ഫ്ലക്സിന് കിട്ടുക. ദാറ്റ് ഈസ് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ എയർ ഗ്യാപ്പ് ഈസ് ട്രപ്പിസോയിഡൽ. ഓക്കെ, അപ്പോൾ ട്രപ്പിസോയിഡലായിട്ടാണ് അസ്യൂം ചെയ്യുക. പക്ഷേ ഐഡിയൽ കേസിൽ നമ്മൾ എന്ത് എടുക്കും, ഇതിനെ സ്ക്വയർ വേവ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഈ ഒരു സാധനം ഇല്ല, ഈ ഒരു ലീനിയറിറ്റി ഇല്ല, എന്തായിട്ട് അസ്യൂം ചെയ്യും, സ്ക്വയർ വേവ് ആയിട്ട് അസ്യൂം ചെയ്യും. ആക്ച്വൽ ഷേപ്പ് എന്താണ്, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ആസ് എ സ്ക്വയർ വേവ്. ഇത് ഒരു ഫേസിൻ്റെ കേസിൽ. ഓക്കെ, ഇനി അതേപോലെ എന്തുണ്ടാവും, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് EMF സൈനസോയിഡ്, അതായത് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞു, ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ അല്ലെങ്കിൽ B ഡിസ്ട്രിബ്യൂഷൻ, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ അതേ ഷേപ്പിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, സൈനസോയിഡൽ EMF ആണ് വേണ്ടത്. സൈനസോയിഡൽ EMF വേണമെങ്കിൽ എന്തായിരിക്കണം, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എന്ത് തന്നെ ആയിരിക്കണം, സൈനസോയിഡൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഒരു വൈൻഡിങ്ങിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ഒരു ഷേപ്പിൽ. ഇനി അതേപോലെ എന്താ അടുത്ത വൈൻഡിങ് എടുക്കുക, ഒരു വൈൻഡിങ് കൂടി എടുക്കുക. ഇപ്പോൾ ഞാൻ രണ്ട് വൈൻഡിങ് എടുത്തു, 1 എടുത്തു, 2 എടുത്തു. അതേപോലെ എന്ത് വരും, 1ൻ്റെയും 1' ഇടയിൽ നമുക്ക് എന്ത് കിട്ടും, ട്രപ്പിസോയിഡലാണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് കിട്ടി, നമ്മളെ സ്ക്വയർ വേവ് ആയിട്ട് അസ്യൂം ചെയ്തു. 1ൻ്റെയും 2ൻ്റെ അടുക്ക് ഒരു സ്ക്വയർ വേവ് കിട്ടി. ഇനി രണ്ടാമത്തെ കോയിൽ ഏതാ, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഓരോ സ്ലോട്ടിലേക്കും എന്തിടുക, ഓരോ വൈൻഡിങ് കൊടുക്കുക, അതിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിസ്ട്രിബ്യൂട്ടഡ് 2ഉം 2' ഇടയിൽ എന്ത് കിട്ടും, പുതിയ ഒരു വേവ് ഫോം കിട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് റിസൾട്ടൻ്റ് എടുത്ത് നോക്കിയാൽ റിസൾട്ടൻ്റ് എടുത്ത് എങ്ങനെ ഷേപ്പ് വരാം. ഓക്കെ, ഇവിടെ ഈ ഒരു പൊസിഷനിൽ എന്താണ്, ഇത് രണ്ടും നെഗറ്റീവാണ്. ഇതാണ് സീറോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതും സീറോ പൊസിഷനാണ്. ഇതെന്ത്, ഓക്കെ, ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. എന്തൊരു നെഗറ്റീവ് ആഡ് ചെയ്യും രണ്ടിലേക്ക്. ഓക്കെ, അടുത്ത പൊസിഷൻ നോക്കിയേ, ഇത് ഒരു പൊസിഷൻ, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, രണ്ട് ക്യാൻസൽ ആയിട്ട് സീറോ പൊസിഷൻ. അടുത്ത രണ്ടും പോസിറ്റീവ് കയറി വരും. ഓക്കെ, അടുത്ത വീണ്ടും സീറോ, വീണ്ടും നെഗറ്റീവ്. എന്താണ്, നമുക്കൊരു സ്റ്റെപ്പ്ഡ് വേവ് ആണ് കിട്ടുക. അപ്പോൾ രണ്ട് വൈൻഡിങ് വെച്ച് എന്ത് കിട്ടി, സ്റ്റെപ്പ് കിട്ടി. സിംഗിൾ വെച്ചപ്പോൾ ഒരു സ്ക്വയർ വേവ്, രണ്ടെണ്ണം വെച്ചപ്പോൾ എന്ത് കിട്ടി, ഒരു സ്റ്റെപ്പും കിട്ടി. അപ്പോൾ 3 വൈൻഡിങ് വെച്ചാലോ ഒരെണ്ണം കൂടി കിട്ടും. അടുത്ത 4ാമത്തെ വൈൻഡിങ് വെച്ചാലോ ഒരെണ്ണം കൂടി കിട്ടും. 5ാമത്തെ വൈൻഡിങ് വെച്ച് ഒരെണ്ണം. എന്ന് വെച്ചാൽ നമ്മൾ വൈൻഡിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കും തോറും നമുക്ക് എന്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, ഒരു സൈൻ വേവ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ വേവ് കിട്ടണമെങ്കിൽ EMF ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ സൈൻ വേവ് ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, EMFും സൈൻ വേവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷന് സൈനസോയിഡലായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്തായിരിക്കും,
എന്താ ചെയ്യേണ്ടത്? വൈൻഡിങ്സിന് എന്താക്കിയിട്ട് വെക്കുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് കാര്യം. കാരണം ഡിസ്ട്രിബ്യൂഷനായി ചെയ്യുമ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടി വരും. അത് നിയർലി എന്തായിട്ട് വരും? സൈനുസോയിഡൽ വേവ് ആയിട്ട് വരും. അപ്പോൾ ഒരു വൈൻഡിങ് മാത്രമുള്ളെങ്കിൽ എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. രണ്ടാമത്തെ വരുമ്പോൾ സ്റ്റെപ്പ് ആവും. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. നിയർലി നോക്കിയേ, നിയർലി നമുക്ക് എന്തായിട്ട് വരും? സൈനുസോയിഡലായിട്ട്. അതുപോലെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എന്ത് കിട്ടും? ഇതേപോലെ വരും. സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുതൽ വെച്ചാൽ നമുക്ക് എന്തായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും? സൈനുസോയിഡൽ EMF ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്താൽ നമ്മുടെ ആൾട്ടർനേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്തായിരിക്കും? സൈനുസോയിഡൽ EMF ആയിരിക്കും. ദാറ്റ് ഈസ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കോയിൽസ് വി ഗെറ്റ് എ സ്റ്റെപ്പ്ഡ് വേവ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേവ് കിട്ടും. ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് സൈനുസോയിഡൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സൈനുസോയിഡൽ വേവിൻ്റെ ഫൊറിയർ അനാലിസിസ് ചെയ്താൽ, അത് നമ്മൾ ചെയ്യാനില്ല. ഫൊറിയർ അനാലിസിസ് ചെയ്താൽ നമുക്ക് എന്ത് വെച്ചാൽ അതിനൊരു ആദ്യം ഒരു ഫണ്ടമെൻ്റൽ ഉണ്ടാവും. ഫണ്ടമെൻ്റൽ സൈൻ വേവ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്തും കൂടി വരും? ഹാർമോണിക്സും കൂടി കയറി വരും. ആ വേവാണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഈ ഒരു സ്റ്റെപ്പ്ഡ് വേവ് ആയിട്ട് വരിക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ എയർ ഗ്യാപ്പ് ഓഫ് ദ മെഷീൻ. ഇതെന്താ മനസ്സിലാക്കുക? ഒരു കോയിൽ മാത്രം യൂസ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പ് വേവ് ആണ് കിട്ടുക. ട്രപ്പിസോയിഡിലാണ് ആക്ച്വലി കിട്ടുക. ട്രപ്പിസോയിഡിൽ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? സ്ക്വയർ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. വൈൻഡിങ് കൂടുന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു സൈനുസോയിഡൽ EMF ആണ് എന്ത് കിട്ടുക? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ വൈൻഡിങ് എന്ന് വിളിക്കാം. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ടു മേക്ക് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ മോർ സൈനുസോയിഡൽ, ദാറ്റ് ഈസ് ടു മേക്ക് B distribution more sinusoidal and hence the generated EMF also sinusoidal. ഓക്കെ. നമുക്ക് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ സൈനുസോയിഡലായാൽ മാത്രമേ എന്താവുള്ളൂ? ജനറേറ്റഡ് EMFും സൈനുസോയിഡ് ആവുള്ളൂ. കാരണം ജനറേറ്റഡ് EMFിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിൻ്റെ ഷേപ്പായിരിക്കും? ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ റോട്ടറിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. സാലിയൻ പോൾ റോട്ടറിലാണെങ്കിൽ സൈനുസോയിഡിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാംഫറിങ് ഓഫ് പോൾ ചെയ്യുന്നത്. ക്യാംഫറിങ് ഓഫ് പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താ? ജസ്റ്റ് പോളിൻ്റെ ഇതായിരിക്കും പോൾ ഷേപ്പ് എന്ന് പറഞ്ഞത്. അതിനെ വെട്ടി ഒതുക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിനൊരു ഈ ഒരു ഷേപ്പിലേക്ക് ആക്കുക. അതായത് ഡിസ്റ്റൻസ് ഒക്കെ കുറച്ചിട്ട്, എയർ ഗ്യാപ്പായിട്ട് വരുന്ന ഡിസ്റ്റൻസ് ഒക്കെ കുറച്ചിട്ട് സൈഡൊക്കെ ഒന്ന് സൈഡിലേക്ക് ചരിച്ചിട്ട് കട്ട് ചെയ്തൊക്കെയാണ് എന്തിൽ ചെയ്യുന്നത്? ക്യാംഫറിങ് ഓഫ് പോളിൽ ചെയ്യുന്നത്. അപ്പോൾ സിലിണ്ടറിക്കൽ റോട്ടർ ആണെങ്കിൽ EMF ജനറേറ്റഡ് EMFിനെ സൈനുസോയിഡിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുക? സൈനുസോയിഡിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സാലിയൻ പോൾ റോട്ടർ ആണെങ്കിൽ സൈനുസോയിഡൽ EMF കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്യാംഫറിങ് ഓഫ് പോൾ ആണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേക്കുക. സാലിയൻ പോൾ റോട്ടറിലാണെങ്കിൽ ക്യാംഫറിങ് ഓഫ് പോൾ ചെയ്യുന്നത് helps to make B more sinusoidal. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി സൈനുസോയിഡൽ ആയാൽ EMF എന്തായിരിക്കും? സൈനുസോയിഡൽ ആയിരിക്കും. ഓക്കെ. ഇത് സാലിയൻ്റ് പോളിൻ്റെ കേസിൽ ഇതാണ് എന്ത്? ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ. റോട്ടർ സാലിയൻ പോൾ ആണെങ്കിൽ എന്തായിരിക്കും? റോട്ടർ കൺസ്ട്രക്ഷൻ എന്താണ്? ഇറഗുലർ ആണ് അല്ലേ? ഇറഗുലർ എന്ന് പറയുമ്പോൾ എന്നിട്ടും ആദ്യം ഒരു ഇതുണ്ടാവും. ഫ്ലക്സ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്, മാറിക്കൊണ്ടേയിരിക്കും ഇതിൽ. പക്ഷേ നോൺ യൂണിഫോം എയർ ഗ്യാപ്പാണ് സാലിയനിൽ വരുന്നത്. ഇതാണ് സാലിയൻ എന്ന് പറയുന്നത്. എയർ ഗ്യാപ്പ് എന്തല്ല? യൂണിഫോം അല്ല. അത് കാരണം എന്തായിരിക്കും? ഡ്യൂ ടു ദ ഇറഗുലാരിറ്റി ഇൻ ദ റോട്ടർ കൺസ്ട്രക്ഷൻ ഹ്യൂജ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ സാലിയൻ പോൾ. ഇത് പറഞ്ഞാൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുമ്പോൾ മെക്കാനിക്കൽ ബാലൻസ് നഷ്ടപ്പെടും. അത് കാരണം സാലിയൻ പോൾ റോട്ടർ എന്തിൽ മാത്രമേ റൺ ചെയ്യാൻ പാടുള്ളൂ? ലോ സ്പീഡിൽ മാത്രമേ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും 50 RPM മുതൽ 1000 RPM ആ സ്പീഡിലാണ് എന്ത് കറങ്ങുക? സാലിയൻ്റ് പോൾ ആൾട്ടർനേറ്റർ കറങ്ങുക. ഓക്കെ. ഹെൻസ് ദ നമ്പർ ഓഫ് പോൾ ഷുഡ് ബി ലാർജ്. കാരണം നമുക്ക് സിങ്ക്രണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ NS is equal to 120 F/P. 120 F/P. P കൂടിയാൽ എന്തെങ്കിലും സ്പീഡ് നമുക്ക് ലോ സ്പീഡിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം സാലിയൻ പോൾ റോട്ടർ എപ്പോഴും ലോ സ്പീഡിലാണ് കറങ്ങാൻ പാടുള്ളൂ. കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ കൂടുതൽ പ്രിഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സ്പീഡ് എന്തായിരിക്കണം? കുറവായിരിക്കണം. സ്പീഡ് കുറവാണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. സാലിയൻ പോളിലാണ് എന്ത്? നമ്പർ ഓഫ് പോൾസ് കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഏത് മെഷീൻ എടുത്താലും പവർ എന്ന് പറഞ്ഞതാണ് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ റോട്ടർ. റോട്ടറിൻ്റെ വോളിയത്തിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത്. ഓക്കെ. ആ റോട്ടറിൻ്റെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിന് എന്ത് ചെയ്യും? പ്രൊപ്പോർഷണൽ ആവും.
അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു എൽ. ഡി സ്ക്വയർ വെച്ചാൽ അതിൻ്റെ ഏരിയ ആണ്, ഡയമീറ്റർ ആണ്, ഡി സ്ക്വയർ ഇൻറ്റു എൽ. അപ്പോൾ പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു എൽ. എന്തായിരിക്കും ഇവരുടെ നമ്പർ ഓഫ് പോൾസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. സാലിയൻ പോളിൽ നമ്പർ ഓഫ് പോൾസ് കൂടുതലാണ്. നമ്പർ ഓഫ് പോൾസ് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഡയമീറ്റർ കൂടുതലാണെങ്കിൽ എന്ത് കിട്ടും, ഡയമീറ്റർ കൂടുതലാണെങ്കിൽ ലെങ്ത് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, പവർ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മെഷീൻ്റെ പവർ കോൺസ്റ്റന്റ് ആയി നിർത്തണമെങ്കിൽ ഡയമീറ്റർ കൂടുമ്പോൾ എന്തായിരിക്കണം, ആക്സിയൽ ലെങ്ത് എന്തായിരിക്കണം, കുറവായിരിക്കണം. ഇതൊക്കെ സാലിയൻ പോളിൻ്റെ കേസിലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ ജസ്റ്റ് ഒരു ഇക്വേഷൻ വെച്ച് പറഞ്ഞെന്നുള്ളൂ. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് ദ റോട്ടർ. അതേപോലെ പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു എൽ. ദാറ്റ് ഈസ് ഡയമീറ്റർ കൂടുതലാണെങ്കിൽ ആക്സിയൽ ലെങ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി സിങ്ക്രോണസ് ജനറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആംഗിൾ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആംഗിൾ ദാറ്റ് ഈസ് തീറ്റ ഇലക്ട്രിക്കൽ. തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, പി ബൈ ടു ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു പി ബൈ ടു ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. അതിൽ പി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, നമ്പർ ഓഫ് പോൾസ്. അത് തീറ്റ മെക്കാനിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമുക്കൊരു 36 സ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. 36 സ്ലോട്ട് ഉണ്ട് സ്റ്റേറ്ററിലോ റോട്ടറിൽ, 36 സ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ ഡിഗ്രി എത്രയാണ്, 360 ഡിഗ്രിയാണ് ടോട്ടൽ. ഡിവൈഡ് ബൈ എത്രയാണ്, 36. അപ്പോൾ സ്ലോട്ടിൻ്റെ മെക്കാനിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ഡിഗ്രി. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മെക്കാനിക്കൽ ഡിഗ്രി. രണ്ട് സ്ലോട്ടിൻ്റെ ഇടയിലുള്ള നമ്മൾ വെക്കുന്ന ആംഗിൾ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, മെക്കാനിക്കൽ ഇതെന്ന് പറഞ്ഞത്. ഇലക്ട്രിക്കൽ ഡിഗ്രി എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ എത്ര ഡിഗ്രിയിലാണ് അത് ഉണ്ടാവുന്നത്, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഇലക്ട്രിക്കൽ ഡിഗ്രി എന്ന് വിളിക്കുക. അപ്പോൾ തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു പി ബൈ ടു ഇൻറ്റു തീറ്റ എം. തീറ്റ എം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഡിഗ്രിയാണ്, പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി ആൻഡ് സ്പീഡ്. ഇതും നമ്മൾ പറഞ്ഞത് തന്നെ, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, എൻ പി ബൈ 120. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എൻ പി ബൈ 120, അല്ലെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, എൻ ഈസ് ഈക്വൽ ടു 120 എഫ് ബൈ പി. അതിൽ എൻ എന്ന് പറഞ്ഞത് സിങ്ക്രോണസ് സ്പീഡ്, എഫ് എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി, പി എന്ന് പറഞ്ഞത് എന്താണ്, നമ്പർ ഓഫ് പോൾസ്. ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ് സിങ്ക്രോണസ് സ്പീഡിൻ്റെ ഇക്വേഷൻ. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു, എൻ ഈസ് ഈക്വൽ ടു 120 എഫ് ബൈ പി, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എന്തായിരിക്കും, എൻ പി ബൈ 120. അതാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. സിങ്ക്രോണസ് സ്പീഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ആ സ്പീഡിനാണ് എന്തെന്ന് വിളിക്കുക, സിങ്ക്രോണസ് സ്പീഡ് എന്ന് വിളിക്കുക. ആ ഫീൽഡിൻ്റെ അതേ സ്പീഡ് തന്നെയായിരിക്കും എന്തും കൂടി കറങ്ങുക, റോട്ടറും കൂടി കറങ്ങുക. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു 120 എഫ് ബൈ പി. ഈക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിപ്ലോമ ലെവൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ ഫ്രീക്വൻസി ഓഫ് എ 2-pole ആൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 3600 RPM ഈസ്. ഓക്കെ, ഫ്രീക്വൻസി ഓഫ് എ 2-pole ആൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 3600 RPM. ഓക്കെ, നമുക്ക് എന്താ പറയാം, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, എഫ് ഈസ് ഈക്വൽ ടു, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും, എൻ പി ബൈ 120. എൻ പി ബൈ 120. എൻ എത്രയാണ്, സ്പീഡ് 3600 RPM ഇൻറ്റു എത്രയാ, 2-pole നമ്പർ ഓഫ് പോൾസ് എന്ന് പറഞ്ഞാൽ പി ആണ്, ഡിവൈഡഡ് ബൈ 120. എത്ര വരും, ഡിവൈഡ് ബൈ 120 എന്ന് പറയുമ്പോൾ 6. 3600 ബൈ 6 എത്ര വരും, 60 ഹെർട്സ് ആണ് എന്ത് വരിക, ആൻസർ വരിക 60 ഹെർട്സ്. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ 2-pole ആൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 3600 RPM ഈസ് 60 ഹെർട്സ്. ദാറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, എഫ് ഈസ് ഈക്വൽ ടു എൻ പി ബൈ 120. അതുപോലെ തിരിച്ചും ചോദിക്കും, ഫ്രീക്വൻസി തന്നിട്ട് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ഹെർട്സ് ആണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് എന്ത്, ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഓൾട്ടർനേറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനൊക്കെ ഇപ്പോൾ പറയും, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിൽ പറയും, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ. അപ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ഇൻ ആൻ ഓൾട്ടർനേറ്റർ, ഒരു ഓൾട്ടർനേറ്ററിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ആവശ്യമുള്ള പോയിന്റ്സ് എന്ന് വെച്ചാൽ എന്താ, ടേംസ്. ആദ്യം ടി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ആണ് ടി. പിന്നെ ടി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ടിയിൽ എത്ര നമ്പർ ഓഫ് മീൻ ഒരു കണ്ടക്ടറിൽ ഒരു ടേൺ ഉണ്ടാവണമെങ്കിൽ എത്ര കണ്ടക്ടർ വേണം എന്നൊക്കെ. ഒരു ടേൺ, ഇതൊരു കണ്ടക്ടറാണ്, അതേപോലെ ഇതൊരു കണ്ടക്ടറാണ് എന്ന് വെച്ചാൽ ഒരു ടേൺ ഉണ്ടാക്കണമെങ്കിൽ എത്ര കണ്ടക്ടർ വേണം, 2 കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക, ഒരു
ടേൺ ഉണ്ടാവുക. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഒരു ടേൺ എന്ന് വിളിക്കാം. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പോൾസ്. എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനൽ ഇത് മാത്രം മതി. എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, ഇ ഈസ് ഈക്വൽ ടു പെർ ഫേസ് വോൾട്ടേജ് ആണ് ഉണ്ടാവുക. ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 4.44 കെ പി കെ ഡി എഫ് ടി ഇൻറ്റു 5. ഓക്കെ, 4.44 കെ പി കെ ഡി എഫ് ടി ഇൻറ്റു 5 ആണെന്ത്, ഒരു സിംഗിൾ ആൾട്ടർനേറ്ററിൽ ഉണ്ടാവുന്ന ഇ എം എഫ്. ദാറ്റ് ഇസ് ഇ ഫേസ് ഇസ് ഈക്വൽ ടു 4.44 എഫ് 5 ടി കെ ഡി കെ പി. ഇതിലേത് ടേം നമുക്ക് അറിയാത്തുള്ളത് നോക്കിയാൽ, എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, ഫൈ എന്ന് വെച്ചാൽ ഫ്ലക്സ് പെർ പോൾ, ടി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, കെ ഡി കെ പി. കെ ഡി കെ പി എന്ന് വെച്ചാൽ എന്താണ്, കെ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, കെ പി എന്ന് പറഞ്ഞാൽ എന്താണ്, പിച്ച് ഫാക്ടർ. ഇനി അതുപോലെ കെ ഡി കെ പി അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ മാറ്റി എഴുതാം. 4.44 എഫ് 5 ടി ഇൻറ്റു കെ ഡബ്ല്യു. അത് കെ ഡി ഇൻറ്റു കെ പി എന്ന് പറഞ്ഞ ടേം നമ്മൾ പുതിയൊരു ടേം വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത്, കെ ഡബ്ല്യു. കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, വൈൻഡിങ് ഫാക്ടർ. ഓക്കെ, കെ ഡബ്ല്യു എന്ന് പറഞ്ഞത് വൈൻഡിങ് ഫാക്ടറാണ്. അപ്പോൾ ഇ എം എഫ് ഇക്വേഷൻ്റെ ഇത് മാറും. ഇ പി എച്ച് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 4.44 എഫ് 5 ടി ഇൻറ്റു കെ ഡബ്ല്യു എന്ന് വരും. കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, വൈൻഡിങ് ഫാക്ടറാണ്, പ്രൊഡക്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് പിച്ച് ഫാക്ടർ. ഇനി നമുക്ക് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, എന്താണ് പിച്ച് ഫാക്ടർ എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. An alternator is generating power at 210 volt per phase while running at 1500 rpm. 1500 rpmൽ 210 വോൾട്ട് ആണ്. If the speed of the alternator drops to 1000 rpm, the generated voltage per phase will be. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യന്, 1500 rpmൽ എത്രയാണ് വോൾട്ടേജ് വരിക, 210 വോൾട്ടേജ്. അങ്ങനെ ആണെങ്കിൽ 1000 rpmൽ എത്രയായിരിക്കും വോൾട്ടേജ് വരിക. ഓക്കെ, നമുക്ക് ഇ എം എഫ് ഇക്വേഷൻ എടുത്ത് നോക്കിയേ. ഇ എം എഫ് ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു എന്താ വരിക, ഇ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, 4.44 എഫ് ടി 5 കെ ഡി കെ പി. ഓക്കെ, ഇ എം എഫ് ഇക്വേഷൻ്റെ ടേമിൽ എവിടെയെങ്കിലും സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടോ? കാരണം സ്പീഡിലാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല. നോക്കി, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എൻ പി ബൈ 120. ഓക്കെ, അതായത് നമുക്ക് എന്തെന്ന് അറിയാം, എഫ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്പീഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുള്ള ടേമിൻ്റെ അടുത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, എൻ എന്ന് എഴുതിക്കൂടെ. ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. പക്ഷേ എഫ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, എൻ ആണ്. ദാറ്റ് ഈസ് നമുക്ക് എന്തെന്ന് എഴുതാം, ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആദ്യത്തെ ഇക്വേഷൻ എന്താ, ഇ വൺ പ്രൊപ്പോർഷണൽ ടു എൻ വൺ. അതേപോലെ രണ്ടാമത്തെ കേസിൽ ഇ ടു ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ടു. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇ ടു ബൈ ഇ വൺ ഇസ് ഈക്വൽ ടു എന്താണ്, എൻ ടു ബൈ എൻ വൺ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, രണ്ടാമത്തെ കേസിൽ ഇ ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ ടു ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇ ടു ഇസ് ഈക്വൽ ടു ഇ വൺ ഇൻറ്റു എൻ ടു ബൈ എൻ വൺ. ഇ വൺ എത്രയാണ് വാല്യൂ, ആദ്യം ഫസ്റ്റ് കേസിൽ 1500 ആകുമ്പോൾ എൻ വൺ 1500 ആകുമ്പോൾ ഇ വൺ എത്രയാണ്, 210 ആണ് അല്ലേ. അപ്പോൾ 210 ഇൻറ്റു എൻ ടു എത്രയാണ്, 1000. രണ്ടാമത്തെ കേസിൽ അതാണ് എൻ ടു. രണ്ടാമത്തെ കേസിൽ 1000 rpm ആകുമ്പോൾ എത്രയാണ് വോൾട്ടേജ് എന്ന് ചോദിച്ചത്. അപ്പോൾ എൻ ടു ഇസ് ഈക്വൽ ടു എന്താണ്, 1000 rpm ആണ്. 1000 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 1500. ഓക്കെ, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇവിടെ എത്ര വരും, 3. ഇവിടെ 7. 700 ഡിവൈഡ് ബൈ 3 എത്രയാണ് വാല്യൂ വരിക, 700 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 1500 210 into 1000 divided by 1500. ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 140. ഓക്കെ, 140 ആണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എന്താണ്, ഇ എം എഫ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇ എം എഫ് ഇക്വേഷനിൽ ഫ്രീക്വൻസിൻ്റെ ടേം ഉണ്ട്, ഒരു റിലേഷനും കൂടി, രണ്ട് റിലേഷനും ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇ എം എഫിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതേപോലെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എൻ പി ബൈ 120 എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു
എൻ. ആ റിലേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ആൻസർ എത്ര വരും? 140 വരും. ഓക്കെ, ആൻസർ 140 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സൈനുസോയിഡൽ EMF കിട്ടുക. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ടഡും കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് രണ്ട് രീതിയിലാണ് വൈൻഡിങ്സ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഇത് കിട്ടും, ഓരോ സ്ലോട്ടിലും ഓരോ വൈൻഡിങ് വരും. നേരെ മറിച്ച് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഒരേ സ്ലോട്ടിൽ തന്നെ എന്ത് കിട്ടും, ഡിഫറെൻറ്റ് കുറേ വൈൻഡിങ്സ് നമ്മൾ പ്ലേസ് ചെയ്യും. അതിനാണ് എന്തെന്ന് വിളിക്കുക, കോൺസെൻട്രേറ്റഡ് എന്ന് വിളിക്കുക. കോൺസെൻട്രേറ്റഡിലാണെങ്കിൽ എന്ത് കിട്ടില്ല, സൈനുസോയിഡൽ വേവ് ഫോം ആയിരിക്കില്ല EMFന് വരിക. ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കുമ്പോഴാണ് എന്ത് വരിക, സൈനുസോയിഡൽ വോൾട്ടേജ് വരിക. അപ്പോൾ എപ്പോഴും KD എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ റിസൾട്ടന്റ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് വെൻ ദ കോയിൽസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിവൈഡഡ് ബൈ ദ റിസൾട്ടന്റ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് വെൻ കോയിൽസ് ആർ കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ആ രണ്ട് തമ്മിലുള്ള റേഷ്യോ, ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടന്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേറ്റഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടന്റ് വോൾട്ടേജ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് വിളിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന് വേറൊരു പേരും കൂടിയുണ്ട്, എന്താണ്, ബ്രെഡ്ത്ത് ഫാക്ടർ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഫാക്ടർ എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓർ ബ്രെഡ്ത്ത് ഫാക്ടർ, ഇതാണ് KD എന്ന് പറയുന്നത്. നമ്മുടെ EMF ഇക്വേഷനിൽ ഒരു KD ടേം ഉണ്ടായിരുന്നു, അതാണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന് ഒരു ഇക്വേഷൻ വേണം. അതിൻ്റെ ഡെറിവേഷൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിന് ഒരു ഇക്വേഷൻ വേണം നോക്കാം. KD is equal to സൈൻ M ബീറ്റ ബൈ 2. ഇത് സൈനിൻ്റെ ആംഗിൾ ആണ്. സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ M സൈൻ ബീറ്റ ബൈ 2. M സൈൻ ബീറ്റ ബൈ 2. ഓക്കെ, സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ M സൈൻ ബീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് അറിയാത്ത എന്താ, സൈൻ ടേം അറിയാം. M എന്താണെന്ന് അറിയണം. M എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. എത്ര ഫേസ് ഉണ്ടോ അതിൽ എത്ര പോൾ ഉണ്ടോ അതിൽ എത്ര സ്ലോട്ട് ഉണ്ട്, ആ ഒരു റേഷ്യോനാണ് എന്തെന്ന് വിളിക്കുക, M എന്ന് വിളിക്കാം. നമുക്ക് എന്ത് ചെയ്താം, ഇക്വേഷൻ എന്തായിട്ട് എഴുതാം നോക്കിയാൽ, പോൾ പെർ ഫേസ് ആണ്. അപ്പോൾ നമുക്ക് പോൾ ഇൻ ടു ഫേസ് എഴുതി കൂടെ, 1/2/2 എന്ന് വെച്ചാൽ എത്രയാ, 1/2 × 2 ആണ്, 1/4 ആണ് അല്ലേ. 1/2/2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്താം, സ്ലോട്ട്സ് പെർ പോൾ ഇൻ ടു ഫേസ്, ഈ ഒരു ടേമിനാണ് എന്തെന്ന് വിളിക്കുന്നത്, M എന്ന് വിളിക്കുന്നത്. അതായത് നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ടേമാണ് എന്ത്, M എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ, ബീറ്റ വേണം അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് രണ്ട് സ്ലോട്ടിൻ്റെ ഇടയിലുള്ള ആംഗിളിനാണ് എന്തെന്ന് വിളിക്കുക, ബീറ്റ എന്ന് വിളിക്കാം. രണ്ട് സ്ലോട്ടിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, KD കണ്ടുപിടിക്കാം. സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ M സൈൻ ബീറ്റ ബൈ 2. രണ്ട് സ്ലോട്ടിൻ്റെ അടുക്കുള്ള ഇലക്ട്രിക്കൽ ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറയുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. മെക്കാനിക്കൽ ആംഗിൾ അല്ല, ഇലക്ട്രിക്കൽ ആംഗിൾ. ബീറ്റ ഈസ് ദ ഇലക്ട്രിക്കൽ ആംഗിൾ ബിറ്റ്വീൻ 2 കൺസെക്യൂട്ടീവ് സ്ലോട്ട്സ്. അടുത്തടുത്തുള്ള രണ്ട് സ്ലോട്ടിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക്കൽ ഡിഗ്രിയാണ് എന്ത്, ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ നമുക്ക് കണ്ടുപിടിക്കാം, അതുപോലെ എമ്മും കണ്ടുപിടിക്കാം. രണ്ടും അറിയാൻ നമുക്ക് എന്താ കൊടുക്കാം, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD കണ്ടുപിടിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ KD എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഇനി അതുപോലെ അപ്പോൾ ഇവിടെ നോക്കിയാൽ M ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതിൽ M ബീറ്റനെ വിളിക്കുന്ന പേരാണ് ഫേസ് സ്പ്രെഡ്. ഓക്കെ, M ബീറ്റ ഈസ് ഈക്വൽ ടു ഫേസ് സ്പ്രെഡ്. അതേപോലെ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ്ങിൽ ഫോറിയർ അനാലിസിസ് ചെയ്താൽ കിട്ടും, ഒരു ഫണ്ടമെൻ്റലും ഉണ്ടാവും, അതേപോലെ ഹാർമോണിക്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഹാർമോണിക്സ് ഉണ്ടാവും. അപ്പോൾ ഫണ്ടമെൻ്റലിൻ്റെ KD ആണ് എന്ത്, KD ഈസ് ഈക്വൽ ടു സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ M സൈൻ ബീറ്റ ബൈ 2. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. നേരെ മറിച്ച് nth ഹാർമോണിക്, ഏത് ഹാർമോണിക് ആകട്ടെ, nth ഹാർമോണിക് നമ്മൾ എന്ത് നോക്കും, KDN. ഒന്നും ഇക്വേഷന് ചെറിയൊരു മാറ്റമുണ്ട്. KDN ഈസ് ഈക്വൽ ടു ആ ഹാർമോണിക്സിൻ്റെ ടേമും കൂടി അതിനകത്ത് വരും. സൈൻ M ബീറ്റ ബൈ 2 NM ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ M സൈൻ N ബീറ്റ ബൈ 2. N ബീറ്റ ബൈ 2 ഇതാണ് നമ്മുടെ എന്ത്, ഹാർമോണിക്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സൈൻ M ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ M സൈൻ N ബീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ഒരു ഹാർമോണിക്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ഹാർമോണിക്സ് ഉണ്ട്. ആ ഹാർമോണിക്സിനെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ആ ഹാർമോണിക്സ് കാരണമുള്ള KD നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും നോക്കിയ, സൈൻ ടേം ആണ് അല്ലേ. സൈൻ ടേമിൻ്റെ സൈൻ ആംഗിൾ 0 ആക്കി നമുക്ക് എന്ത് കിട്ടണം, KDN ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. എന്നാലേ ആ ടേം എന്തായി,
സീറോ ആയി, കെ ഡി എന്നിൻ്റെ വാല്യൂ സീറോ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഹാർമോണിക്സ് ഇല്ല എന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹാർമോണിക്സ് എലിമിനേറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കെ ഡി എന്നിൻ്റെ വാല്യൂ സീറോ ആക്കുക. ഈ ഒരു ടേം എങ്ങനെ സീറോ ആക്കും, സൈൻ എൻ എം ബീറ്റ ബൈ ടു ടേം ഈക്വൽ ടു എന്ത് വരും, സീറോ വരും. സൈൻ്റെ ഏത് ടേമാണ് സീറോ വരിക, അതായത് ഈ ഒരു ടേം എന്താവണം, സീറോ ആണ്. കാരണം സൈൻ സീറോ ആണ് എന്ത്, സീറോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടും, എൻ എം ബീറ്റ ബൈ ടു എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ ഏത് ഹാർമോണിക്സിൻ്റെ ഏത് ടേമിലാണ് ഈ ഒരു ടേം സീറോ ആണോ എന്ന് നോക്കുക. അതാണ് എന്ത്, ആ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു എലിമിനേറ്റ് ദ ഹാർമോണിക്സ് എന്താണ് കണ്ടീഷൻ, എൻ എം ബീറ്റ ബൈ ടു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, സോറി സീറോ അല്ല, എത്ര ഡിഗ്രി വരണം, സോറി ഇതിൻ്റെ വാല്യൂ എന്ത് വരണം, 1 വരണം. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, സൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 90 ഡിഗ്രി. ഏത് വാല്യൂവിലാണ് ഇതിൻ്റെ വാല്യൂ 90 ഡിഗ്രി വരുന്നത്, ആ ടേം എന്തായി പോകും, കംപ്ലീറ്റ് ആയിട്ട് സീറോ ആയി പോകും. ദാറ്റ് ഈസ് സൈൻ എം ബീറ്റ ബൈ ടു ഷുഡ് ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഏത് ഹാർമോണിക്സ്, അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ എത്രയ്ക്ക്, അല്ലെങ്കിൽ എമ്മിൻ്റെ ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ആവുക, അതിന് അറിയാനുള്ള ഇക്വേഷൻ ആണ് എൻ എം ബീറ്റ ബൈ ടു ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ സൈനസോയിഡലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യില്ല. ഏതിൽ, സിലിണ്ട്രിക്കൽ പോൾ ആൾട്ടർനേറ്ററിൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ സൈനസോയിഡലാക്കിയിട്ട് ജനറേറ്റഡ് ഇ എം എഫിനെ സൈനസോയിഡലാക്കാനുള്ള മെത്തേഡാണ് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുക. എവിടെ, സിലിണ്ട്രിക്കൽ പോളിൽ. നേരെ മറിച്ച് സാലിൻ പോൾ റോട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം, മതി ക്യാംഫറിങ് ഓഫ് പോൾ ചെയ്യാം. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എൻ പി ബൈ 120 ഇക്വേഷൻ നമ്മൾ നോക്കി, ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എൻ പി ബൈ 120. ഇനി കെ ഡിയുടെ ഇക്വേഷൻ എന്താ, കെ ഡിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ എം ബീറ്റ ബൈ ടു ഡിവൈഡ് ബൈ എം സൈൻ ബീറ്റ ബൈ ടു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതിൽ എം ബീറ്റ എന്ന് വിളിക്കുന്ന പേരാണെന്ത്, ഫേസ് സ്പ്രെഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എം ബീറ്റ തരും, ഫേസ് സ്പ്രെഡ് എന്ന് പറഞ്ഞ് തരും. അതുകൊണ്ടാണ് എം ബീറ്റ ഇസ് ഈക്വൽ ടു ഫേസ് സ്പ്രെഡ്. nth ഹാർമോണിക്സിൻ്റെ കെ ഡി എന്ന് പറഞ്ഞാൽ കെ ഡി എൻ ഇസ് ഈക്വൽ ടു സൈൻ എൻ എം ബീറ്റ ബൈ ടു ഡിവൈഡഡ് ബൈ എം സൈൻ എൻ ബീറ്റ ബൈ ടു. ഇ എം എഫ് ഇക്വേഷൻ്റെ എന്താ, 4.44 കെ പി കെ ഡി എഫ് ടി ഇൻറ്റു 5. അതുപോലെ തീറ്റ ഇലക്ട്രിക്കൽ ഇസ് ഈക്വൽ ടു എന്ത് വരും, പി ബൈ ടു ഇൻറ്റു തീറ്റ മെക്. ഓക്കെ, പി ബൈ ടു ഇൻറ്റു തീറ്റ മെക്. ഇനി നെക്സ്റ്റ് ടേം കെ ഡി കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കഴിഞ്ഞു. അത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ഡിവൈഡ് ബൈ പിച്ച് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന ഇ എം എഫ്. ആ റേഷ്യോനെയാണ് എന്തെന്ന് വിളിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് വിളിക്കുക. ഇനി അടുത്തൊരു ഫാക്ടറാണ് എന്ത്, പിച്ച് ഫാക്ടർ. പിച്ച് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ആക്ച്വലി നമ്മൾ ഫുൾ പിച്ച് കോയിലും ഷോർട്ട് പിച്ച് കോയിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫുൾ പിച്ച് കോയിലാണ് എന്ത് ഇവിടെ ഒരു ഇ എം എഫ് E1 ഉണ്ട്. അത് നമ്മൾ 2 കോയിൽസ് ഉണ്ട്. അതിൻ്റെ നമ്മളെ പോൾ പിച്ചും എന്തായിരിക്കും, കോയിൽ പിച്ചും പോൾ പിച്ചും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആയിരിക്കും എവിടെ വരിക, ഫുൾ പിച്ചഡ് വരിക. സപ്പോസ് 180 ഡിഗ്രി ഇലക്ട്രിക്കൽ അല്ല, ചെറിയൊരു ആംഗിൾ, സപ്പോസ് ആ ആംഗിൾ നമ്മൾ ഗാമ എന്ന് വിളിക്കും. ചില ടെക്സ്റ്റിൽ ആൽഫ എന്നൊക്കെ ഉണ്ടാവും. എന്തായാലും ആ ആംഗിളിനാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ആൾക്കാരെ അവിടെ ഗാമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗാമ ആംഗിൾ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തു, കുറച്ചു. അപ്പോൾ ടോട്ടൽ പിച്ച് എത്രയായിരിക്കും, 180 മൈനസ് ഗാമ. അപ്പോൾ ടോട്ടൽ വേണ്ടത് 180 ആണ് ഫുൾ പിച്ചിന്. ഗാമ ആംഗിൾ കുറയ്ക്കുമ്പോൾ എത്ര വരും, 180 മൈനസ് ഗാമ കിട്ടും. അതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഷോർട്ട് പിച്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഫുൾ പിച്ചിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഷോർട്ട് പിച്ചിൽ ഉണ്ടാകുന്ന ഇ എം എഫ് ഡിവൈഡ് ബൈ ഫുൾ പിച്ചിൽ ഉണ്ടാകുന്ന ഇ എം എഫിനെയാണ് എന്തെന്ന് വിളിക്കുക, ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്, പിച്ച് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നോക്കാം. ഫുൾ പിച്ചിലാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയാൽ, ഇതിൻ്റെ കണക്ഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫും ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. കാരണം എന്താ, 180 ഡിഗ്രി ഇതിലാണ് വരുന്നത്. അപ്പോൾ E1 അതിൻ്റെ 180 ഡിഗ്രി എന്ത് E2 കിട്ടും. ടോട്ടൽ എന്ത് കിട്ടും, 2E. സപ്പോസ് ഇത് രണ്ട് ഇ എം എഫ് സെയിം ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 2 ആയിരിക്കും, 2E ആയിരിക്കും. അതായത് ഫുൾ പിച്ചറിൻ്റെ കോയിൽ, ഫുൾ പിച്ചറിൽ കോയിൽ ടോട്ടൽ ഇ എം എഫ് ഇസ് ഈക്വൽ ടു 2E റിസൾട്ടൻറ്റ്. അതേപോലെ ഷോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, പിന്നെ ഷോർട്ട് ചെയ്താൽ അവിടെ എന്താ പറയുക, E2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കില്ല. നമ്മൾ എത്ര ആംഗിളാണ് ഷോർട്ട് ചെയ്തത്, ഗാമ ആംഗിളാണ്, ഗാമ ആംഗിൾ മാറിയിട്ടാണ് എന്തുണ്ടാവുക, E2 ഉണ്ടാവുക. അപ്പോൾ പുതിയ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ആ റിസൾട്ടൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല. ആ റിസൾട്ടൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2E cos ഗാമ ബൈ 2. ഓക്കെ, 2E cos ഗാമ ബൈ 2. ഇനി പിച്ച് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിച്ച് ഫാക്ടർ എന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ പിച്ച്, ഷോർട്ട് പിച്ചിൽ ഉണ്ടാകുന്ന ഇ എം എഫ്, ദാറ്റ് ഈസ് 2E cos ഗാമ ബൈ 2 ഡിവൈഡഡ് ബൈ ഫുൾ പിച്ചിൽ ഉണ്ടാകുന്ന ഇ എം എഫ്. എന്ത് കിട്ടും, 2E കട്ട് ചെയ്യാം, എന്ത് കിട്ടും, കോസ് ഗാമ ബൈ 2. അതാണ് എന്തെന്ന് പറയുന്നത്, ഫുൾ പിച്ച് ഫാക്ടർ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇ എം എഫ്, ഇവിടെ ഉണ്ട് കെ പി ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഇൻ ഷോർട്ട് പിച്ച്ഡ് കോയിൽ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ
ഫുൾ പിച്ച്ഡ് കോയിൽ. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിച്ച് ഫാക്ടർ. വോൾട്ടേജ് ഇൻ ഷോർട്ട് പിച്ച്ഡ് കോയിൽ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ ഫുൾ പിച്ച്ഡ് കോയിൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? കെ പി ഇസ് ഈക്വൽ ടു കോസ് ഗാമ ബൈ 2. അത് ഫണ്ടമെന്റലിന്റെ കേസിൽ. ഇനി ഹാർമോണിക്സ് വരുമ്പോൾ എന്ത് കിട്ടും? ഹാർമോണിക്സ് വരുമ്പോൾ ദാറ്റ് ഈസ് കോസ് ഏത് കെ, നേരത്തെ നമ്മൾ എൻ ആണ് എടുത്തത്, ഇവിടെ കെ എടുക്കുക. ഒരു വ്യത്യാസം ഒന്നും, എൻ എടുത്താലും സെയിം തന്നെയാണ്. ആ കേത്ത് ഹാർമോണിക്സിൽ ഉണ്ടാകുന്ന പിച്ച് ഫാക്ടർ എന്നതായിരിക്കും കെ പി ഇസ് ഈക്വൽ ടു കോസ് കെ ഗാമ ബൈ 2. കോസ് കെ ഗാമ ബൈ 2. അപ്പോൾ കേത്ത് ഹാർമോണിക്സിന് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ, കേത്ത് ഹാർമോണിക്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഈ കെ പിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ കെ ഗാമ ഈ ആംഗിൾ എത്ര ആയിരിക്കണം? കോസിൻ്റെ ടേമാണ് ഇത്. എന്ത് വരും? 90 ഡിഗ്രി വരും. നമ്മൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ 0 ഡിഗ്രിയാണ്, സൈൻ്റെ ടേം ആയതുകൊണ്ട് 0 ആണ് എടുത്തത്. കോസിൻ്റെ ടേം വരുമ്പോൾ എന്ത് വരും? 90 ഡിഗ്രി വരും. കെ ഗാമ ബൈ 2 ഷുഡ് ബി 90 ഡിഗ്രി. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ഹാർമോണിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് എന്ത്? പിച്ച് ഫാക്ടർ. കെ പി ഇസ് ഈക്വൽ ടു കോസ് ഗാമ ബൈ 2. ഹാർമോണിക്സിന് കണ്ടുപിടിക്കണമെങ്കിൽ കോസ് കെ ഗാമ ബൈ 2. ഓക്കെ, ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പിച്ച് ഫാക്ടറിന് മാത്രമല്ല, ചിലപ്പോൾ കോഡിംഗ് ഫാക്ടർ എന്ന് പറയും. കോഡിംഗ് ഫാക്ടർ, അതായത് ഷോർട്ട് പിച്ചിൻ്റെ വേറെ പേരാണ് ഷോർട്ട് കോഡിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ വേറെ പേര് കോയിൽ സ്പാൻ ഫാക്ടർ. പിച്ച് ഫാക്ടറിൻ്റെ വേറെ പേരാണ് കോയിൽ സ്പാൻ ഫാക്ടർ, പിച്ച് ഫാക്ടർ, കോഡിംഗ് ഫാക്ടർ. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ വേറെ പേരാണ് എന്ത്? ബ്രെഡ്ത്ത് ഫാക്ടർ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. ഇനി അടുത്തെന്താ? വൈൻഡിങ് ഫാക്ടർ. വൈൻഡിങ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് കെ ഡി ആൻഡ് കെ പി. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെയും പിച്ച് ഫാക്ടറിൻ്റെയും പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൈൻഡിങ് ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് ടേം ഫേസ് സീക്വൻസ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചോദിക്കാറുണ്ട്. ഫേസ് സീക്വൻസ് എങ്ങനെയാണ് ഒരു സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ ഫേസ് സീക്വൻസ് മാറ്റുക? ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 3 ഫേസ് പവർ ആണ്, വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ 3 ഫേസിൽ 3 ഇതുണ്ടാവും. ആർ ഉണ്ടാവും, വൈ ഉണ്ടാവും, ബി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതാണ് ആദ്യം മാക്സിമത്തിലെത്തുന്നത്? അപ്പോൾ ഈ ഒരു കേസിൽ പറഞ്ഞാൽ ആർ, വൈ, ബി. ആദ്യം മാക്സിമത്തി ആരാ? ആറാണ്. പിന്നെ മാക്സിമത്തിന് വൈ ആണ്. പിന്നെ മാക്സിമത്തിന് ബി ആണ്. അപ്പോൾ ആ ഒരു ഓർഡറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫേസ് സീക്വൻസ്. ഏത് ഫേസ് ആണ് ആദ്യം മാക്സിമം വാല്യൂ എത്തുന്നത്, പിന്നെ ആരാണ്, പിന്നെ ആരാണ്, ആ ഒരു സീക്വൻസിനാണ് എന്തെന്ന് വിളിക്കുക? ഫേസ് സീക്വൻസ് എന്ന് വിളിക്കാം. സപ്പോസ് ഇവിടെ നമ്മൾ 2 കേസ് എടുത്തിട്ടുണ്ട്. ആറ്, വൈ, ബി, മൂന്നെണ്ണം 120 ഡിഗ്രി അപ്പാർട്ടാണ്. ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ റോട്ടർ ഇരിക്കുന്നത്. ഇപ്പോൾ റോട്ടർ തൽക്കാലം ക്ലോക്ക് വൈസ് കറങ്ങുമെന്ന് വിചാരിക്കാം. ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ആദ്യം ആരാ? ഇവിടെ റിലക്റ്റൻസ് കുറവാണ്. റിലക്റ്റൻസ് കുറയുമ്പോൾ ഫ്ലക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഏറ്റവും ആദ്യം മാക്സിമത്തിന് ആരായിരിക്കും? ആർ ഫേസ് ആദ്യം എത്തി. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ എവിടെ എത്തുക? വൈ ഫേസ് ആണ് മാക്സിമം എത്തുക. പിന്നെയും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ബി ഫേസിലാണ് പിന്നെ വരിക. അപ്പോൾ ആർ വൈ ബി ആണ് എന്ത് വരിക? ഫേസ് സീക്വൻസ് വരിക. അത് കേസ് 1. ഇനി സപ്പോസ് റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആദ്യം ആര് വരും? ആറ് മാക്സിമത്തിൽ വരും. പിന്നെ ആരാ വരുന്നത്? ബി ആണ് മാക്സിമത്തിൽ വരുന്നത്. പിന്നെ ആരാണ് വരുന്നത്? വൈ ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? ക്ലോക്ക് വൈസിലാണെങ്കിൽ ആർ വൈ ബി ഫേസ് സീക്വൻസ് കിട്ടും. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ആർ ബി വൈ ഫേസ് സീക്വൻസ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ആൾട്ടർനേറ്ററിൻ്റെ ഫേസ് സീക്വൻസ് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്ന് സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുക, കുറേ ഓപ്ഷൻസ് തരും. ആൻസർ എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫേസ് സീക്വൻസിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഫേസ് സീക്വൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ ദ ചേഞ്ചിങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. അല്ലാതെ ഡയറക്ഷൻ ഓഫ് എക്സൈറ്റേഷൻ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. നോർത്ത് പോൾ സൗത്ത് പോൾ മാറിയിട്ടും കാര്യമില്ല. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്താലേ എന്താവുള്ളൂ? ഫേസ് സീക്വൻസ് ചേഞ്ച് ആവുള്ളൂ. അതായത് ആർ വൈ ബിനെ ആർ ബി വൈ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസിൽ കറങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആൻറ്റി ക്ലോക്ക് വൈസിൽ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത്. ഫേസ് സീക്വൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓൺലി ബൈ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. റൊട്ടേഷൻ ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചേഞ്ച് ചെയ്യുള്ളൂ? ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്യുള്ളൂ. ഇനി നമുക്ക് മുമ്പ് ചോദിച്ച ഈ ഒരു സെക്ഷനിൽ ചോദിച്ചേക്കുന്ന ഇ എം എഫ് ഇക്വേഷന്, പിച്ച് ഫാക്ടർ, ബ്രെഡ്ത്ത് ഫാക്ടർ ഒക്കെ ആയിട്ട് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, എ വൈൻഡിങ് ഈസ് ഷോർട്ട് പിച്ച്ഡ് ബൈ 60 degrees ഇലക്ട്രിക്കൽ. ഇറ്റ്സ് പിച്ച് ഫാക്ടർ ഈസ്. ക്വസ്റ്റ്യൻ എന്താണ്? വൈൻഡിങ് ഈസ് ഷോർട്ട് പിച്ച്ഡ് ബൈ 60 degree ഇലക്ട്രിക്കൽ. അതായത് നമുക്ക് ആക്ച്വലി എത്രയാണ് വരേണ്ടത്? 180 ഡിഗ്രി ആണ് വരേണ്ടത്. ഇപ്പം എന്ത് ചെയ്തു? ഇത് 180 ഡിഗ്രി ആണ്. 60 ഡിഗ്രി ഷോർട്ട് പിച്ച് ചെയ്തു. ഷോർട്ട് പിച്ച് ചെയ്തെന്ന് വെച്ചാൽ എത്രയാ? ഇതാണ് ആക്ച്വൽ 180. അതിൽ നിന്ന് 60 ഡിഗ്രി ഷോർട്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയത്? നമ്മൾ വൈൻഡിങ് കൊടുത്തിട്ടില്ല. പിച്ച്
കോയിൽ വൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഗാമയാണ് എത്ര? 60 ഡിഗ്രി. എന്താ കണ്ടുപിടിക്കേണ്ടത്? പിച്ച് ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. പിച്ച് ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? കെ പി അല്ല, കെ പി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരിക? കെ പി ഈസ് ഈക്വൽ ടു കോസ് ഗാമ ബൈ 2. ഗാമ എത്രയാ? ഗാമ ഈക്വൽ ടു 60 ഡിഗ്രി. 60 ആണ്. കെ പി ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ പി ഈസ് ഈക്വൽ ടു കോസ് 60 ബൈ 2. കോസ് 60 ബൈ 2. കോസ് 60 ബൈ 2 എത്രയാ? കോസ് 30. കോസ് 60 ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് 30 ഡിഗ്രി. കോസ് 30 ഡിഗ്രി എത്രയാ? കോസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞത് 0.866. ആ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ച് പോവാം. കോസിൻ്റെയും സൈനിൻ്റെയും 0 മുതൽ 90 വരെയുള്ള അത്യാവശ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടേംസ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പോവാം. കോസ് 30, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90, അതേപോലെ തിരിച്ചു കോസ് 0, കോസ് 30, കോസ് 45, √3/2 എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ വാല്യൂ ആക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. √3/2 ആണ് എന്ത്? 0.866 എന്ന് പറയുന്നത്. വാല്യൂ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. കാരണം എക്സാമിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാല്യൂ ആയിട്ട് തന്നെ പഠിച്ചിട്ട് ആൻസർ എത്രയായിരിക്കും? 0.866 ആണ് എന്ത്? പിച്ച് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് കോഡിങ് ആംഗിൾ തരും. ചിലപ്പോൾ ഷോർട്ട് കോഡിങ് ആംഗിൾ എന്നായിരിക്കില്ല തരാം. എന്താണ്? ഷോർട്ട് പിച്ച്ഡ് ആയിരിക്കില്ല തരാം, കോഡിങ് ആംഗിൾ എന്ന് പറഞ്ഞ് തരും. അത് എന്ത് തന്നെയായിരിക്കും? ഷോർട്ട് പിച്ചിൻ്റെ ആംഗിളിനെയാണ് എന്ത്? കോഡിങ് ആംഗിൾ എന്ന് വിളിക്കുന്നതിനകത്ത് ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ ആൻസർ എന്ന് പറയുന്നത് 0.866. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് എ 36 സ്ലോട്ട് 4 പോൾ സിംഗിൾ ലെയർ 3 ഫേസ് വൈൻഡിങ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കെ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. 36 സ്ലോട്ട് വന്നിട്ടുണ്ട്, 4 പോൾ വന്നിട്ടുണ്ട്, സിംഗിൾ ലെയർ 3 ഫേസ് വൈൻഡിങ്. ഓക്കെ, നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ആദ്യം കെ ഡിൻ്റെ ഇക്വേഷൻ ഏതാ? കെ ഡി ഈസ് ഈക്വൽ ടു എം സൈൻ ബീറ്റ സൈൻ എം ബീറ്റ ബൈ 2 sin m beta by 2 divided by m sin beta by 2. sin m beta by 2. അപ്പോൾ നമുക്ക് എന്ത് വേണം? എം വേണം, ബീറ്റ വേണം അല്ലേ. എമ്മിൻ്റെ വാല്യൂ വെച്ച് എന്താ? നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ ഇൻറ്റു ഫേസ് ആണ്. എത്ര സ്ലോട്ടാന്ന് നോക്കിയേ. സ്ലോട്ട് എത്രയാണ്? 36 സ്ലോട്ടാണ്. എത്ര പോൾ ഉണ്ട്? 4 പോൾ ഉണ്ട്. ഇൻറ്റു എത്ര ഫേസ് ആണ്? 3 ഫേസ് ആണ് തന്നിട്ടുണ്ട്. 4 × 3 ദാറ്റ് ഈസ് 36/12. 36/12 എത്ര വരും? 3 വരും. 36/12 എത്രയാണ്? 3 ആണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 3 ആണ്. m = 3. ഇനി അടുത്ത് എന്ത് വേണം? ബീറ്റാൻ്റെ വാല്യൂ വേണം. ബീറ്റ എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിക്കൽ ഡിഗ്രി. 2 സ്ലോട്ടിൻ്റെ അടുക്കുള്ള ഇലക്ട്രിക്കൽ ഡിഗ്രീനാണ് എന്തെന്ന് വിളിക്കുക? ബീറ്റ എന്ന് വിളിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 2 സ്ലോട്ടിൻ്റെ അടുക്കുള്ള മെക്കാനിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാം. തീറ്റ എം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ? മൊത്തം 36 സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം സർക്കിൾ എത്രയാണ്? 360 ആണ് അല്ലേ. 360 ആണ് സർക്കിൾ. അതിൽ 36 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മെക്കാനിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ തീറ്റ എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 360 ഡിവൈഡ് ബൈ 36 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 ഡിഗ്രി. ഓക്കെ, 10 ഡിഗ്രി കിട്ടി. മെക്കാനിക്കൽ ആംഗിൾ ആണ് കിട്ടിയത്. പക്ഷേ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ആംഗിൾ ആണ് വേണ്ടിയത്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആക്കാൻ അങ്ങനെ ഇക്വേഷൻ അറിയാലോ. തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു തീറ്റ എം. P/2 ഇൻറ്റു തീറ്റ എം. പി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പോൾസ്. എത്രയാണ് നമ്പർ ഓഫ് പോൾസ്? 4. നമ്പർ ഓഫ് പോൾസ് 4. 4/2 ഇൻറ്റു തീറ്റ എം എത്ര? മെക്കാനിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 10. ബീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും? 20 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ഡി ഈസ് ഈക്വൽ ടു സൈൻ 3 × 20 ദാറ്റ് ഈസ് കെ ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ 3 × 20 divided by 2 divided by 3 sin ബീറ്റ എത്രയാണ്? 20/2. ഓക്കെ, സോൾവ് ചെയ്യുക. സൈൻ 60/2 എന്ന് കിട്ടും. സൈൻ 60/2 എത്രയാണ്? സൈൻ 30 ഡിവൈഡഡ് ബൈ 3 സൈൻ 10 ഡിഗ്രി. 3 സൈൻ 10 ഡിഗ്രി. ഇതാണ് എന്ത്? കെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിയർ ടു എത്രയായിരിക്കും? 1 ആയിരിക്കും. അത് 0.95. എല്ലാ കേസിലും കറക്റ്റ് ആവണമെന്നില്ല, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. 0.95 അതേപോലെ 0.96 റേഞ്ചിലാണ് എന്ത് വരിക? നമ്മളെ കെ ഡി വരിക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യമാണ്. കെ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞത് നിയറിൽ എന്തായിരിക്കും? 0.95, 96ൻ്റെ
റേഞ്ചിലായിരിക്കും. ആ രീതി നോക്കി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ പക്ഷേ റിസ്ക് എടുക്കണ്ട, സോൾവ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ സൈൻ 10ന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ സൈൻ 10 ആണ് ഈ KD പ്രോബ്ലത്തിൽ അധികം വരുന്നത്. സൈൻ 10ന്റെ വാല്യൂ ആണ് വരിക. അപ്പോൾ സൈൻ 10ന്റെ വാല്യൂയും കൂടി ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. സൈൻ 30 വാല്യൂ നമുക്ക് കുറച്ചൊക്കെ അറിയാം. അതുപോലെ സൈൻ 10, സൈൻ 20, സൈൻ 30 ആ ഒരു വാല്യൂസും കൂടി നോക്കിയിട്ട് പോവാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സോൾവ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 0.96 ആണ് വരിക. ഇങ്ങനെയാണ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. 0.96. നെക്സ്റ്റ്, ഇഫ് കോഡിംഗ് ആംഗിൾ ഈസ് 60 ഡിഗ്രി, കോഡിംഗ് ആംഗിൾ 60 ഡിഗ്രി, കോഡിംഗ് ഫാക്ടർ ഈസ് എന്താണ്? കോഡിംഗ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? കോഡിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ പിച്ച് ഫാക്ടർ തന്നെയാണ്. കോഡിംഗ് ആംഗിൾ എന്ന് വെച്ചാൽ എത്ര ഡിഗ്രിയാണ് നമ്മൾ കുറക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ മാത്രം എന്ത് കോഡിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, കോഡിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. പിച്ച് ഫാക്ടറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോഡിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കോഡിംഗ് ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ കോഡിംഗ് ഫാക്ടർ എത്രയായിരിക്കും? cos 60/2 cos 30. cos 30യുടെ വാല്യൂ എന്ന് പറഞ്ഞത് 0.866. ഇതാണ് കോഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കോഡിംഗ് ഫാക്ടർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? പിച്ച് ഫാക്ടർ എന്ന് പറയാം. നെക്സ്റ്റ്, ഇൻ ആൻ ആൾട്ടർനേറ്റർ ദ യൂസ് ഓഫ് ഷോർട്ട് പിച്ച് കോയിൽ ഓഫ് 160 ഡിഗ്രി വിൽ ഇൻഡിക്കേറ്റ് ദ ആബ്സെൻസ് ഓഫ്. അതായത് നമ്മൾ ഷോർട്ട് പിച്ച് കോയിൽ എത്ര ചെയ്യുന്നുണ്ട്? 160 ഡിഗ്രിയുടെ ഷോർട്ട് പിച്ചാണ് ചെയ്യുന്നത്. ആ 160 ഡിഗ്രി ഷോർട്ട് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ആവുക? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ട് ഹാർമോണിക്സ് എലിമിനേറ്റ് ആവാനുള്ള. അപ്പോൾ ഷോർട്ട് പിച്ച് കോയിൽ 160 ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ആവുക? തേർഡ് ഹാർമോണിക് ആണോ, ഫിഫ്ത്ത് ആണോ, സെവൻത്ത് ആണോ, നയൻത്ത് ഹാർമോണിക്സ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടി? ഹാർമോണിക്സിൻ്റെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? KKP. KKP എന്ന് പറഞ്ഞത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് കോസ് K γ/2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. കോസിൻ്റെ ഏത് ടേമാണ് 0 വരിക? കോസ് 90 ആണ് എന്ത് വരുന്നത്? 0 വരുന്നത്. ദാറ്റ് ഈസ് കോസ് K γ/2 ഇസ് ഈക്വൽ ടു എത്ര വരും? 90 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് K ഇൻറ്റു ഗാമ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണല്ലോ. നേരത്തെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. K ഗാമ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. K എന്ന് വെച്ചാൽ ഏത് ഹാർമോണിക്സ് എന്നുള്ളതാണ്. അപ്പോൾ K ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. K ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 180/ഗാമ. അപ്പോൾ ഗാമ അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. ഇനി ഗാമ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ നോക്കിയേ. 160 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്? ഷോർട്ട് പിച്ച് ചെയ്യുന്നത്. 160 ഡിഗ്രി ഷോർട്ട് പിച്ച് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുന്ന് ടോട്ടൽ 180 ആണ്. ടോട്ടൽ 180ൽ ആകെ എത്ര മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ? 160ലാണ് വൈൻഡിങ് ചെയ്തേക്കുന്നത്. ടോട്ടൽ 180 ആണ്. അപ്പോൾ ബാക്കി ആംഗിൾ എത്ര വരും? 20 ഡിഗ്രി. ആ 20 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത്? ഗാമ എന്ന് പറയുന്നത് അല്ലേ? ആ 20 ഡിഗ്രിയാണ് ഗാമ. അപ്പോൾ ഗാമയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ്. എന്ത് കിട്ടും? 180/20. 180/20 എത്ര? 9. അതായത് 9th ഹാർമോണിക്സ് ആണ് എന്ത് ചെയ്യുക? 160ൽ ഷോർട്ട് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഫോമിൽ എന്തുണ്ടാവില്ല? 9th ഹാർമോണിക്സ് ഉണ്ടാവില്ല. 9th ഹാർമോണിക്സ് എന്താവും? എലിമിനേറ്റ് ആവും. ആൻസർ എന്ന് പറയുന്നത് 9th ഹാർമോണിക് ആണ്. ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തോളുക. ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ആവുന്നത് എന്ത് ചെയ്താൽ മതി? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. കാരണം ഹാർമോണിക്സ് ടേം ഉണ്ടാവില്ല. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് ടേം ആണ്. കോസ് ടേം ഏത് വാല്യൂവിലാണ് കോസിൻ്റെ 0 വന്നത്? കോസ് 90 ആണ്. 0 90 ഡിഗ്രി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഗാമാൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഹാർമോണിക്സ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അതേപോലെ നേരെ തിരിച്ചും ചോദിക്കാം. എന്താ? 9th ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഗാമയുടെ വാല്യൂ എത്ര ആയിരിക്കണം? എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് 180 ഏത് ഹാർമോണിക്സ് ആണ് എലിമിനേറ്റ് ചെയ്യുന്നത് ആ വാല്യൂ ചെയ്താൽ എത്ര ആംഗിൾ ആണ് കിട്ടുന്നത് അതായിരിക്കും ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഈ ഇക്വേഷൻ കോൺസ്റ്റന്റ് ഇതാണ്. K ഗാമ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? 180 കിട്ടണം. ഓക്കെ, അപ്പോൾ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഹാർമോണിക്സ് വേണമെങ്കിൽ ഇപ്പോൾ 6th ഹാർമോണിക്സ് ആണെങ്കിൽ ഗാമയുടെ വാല്യൂ എന്തായിരിക്കും? 180/6 എത്രയായിരിക്കും? 30 ഡിഗ്രി. 30 ഡിഗ്രി ആണെങ്കിൽ എത്രയ്ക്ക് വൈൻഡ് ചെയ്യണം? 150 ഡിഗ്രിക്ക് വൈൻഡ് ചെയ്യണം. ഇപ്പോൾ 160 ആണെങ്കിൽ അടുത്ത് 150 ഡിഗ്രിക്ക് വൈൻഡ് ചെയ്താൽ 6th ഹാർമോണിക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് ഹാർമോണിക്സ് ആണോ എലിമിനേറ്റ് ചെയ്യേണ്ടത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമ വാല്യൂ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 9th ഹാർമോണിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 3-phase 16-pole alternator has a star connected winding with 144 slots and 10 conductors per slot. മൊത്തം 3-phase ആണ്. 16 പോൾ ഉണ്ട്. സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ് ആണ്. 144 സ്ലോട്ട് ഉണ്ട്. അതുകൂടാണ്ട് ഓരോ സ്ലോട്ടിൽ എത്ര ഉണ്ട്? 10 കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഫ്ലക്സ് പെർ പോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.03 വെബർ ആണ്. സൈനുസോയിഡിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ആൻഡ് സ്പീഡ് ഈസ് 375 RPM. സ്പീഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 375.
ക്വസ്റ്റ്യൻ എന്താണ്? ദ ലൈൻ ഇ എം എഫ് ഈസ്, ഇ എം എഫിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്താ? 4.44 എഫ് 5 ഇൻറ്റു കെ ഡി കെ പി ഇൻറ്റു ടി ഇൻറ്റു 5. ഇതാണ് എന്ത്? ഇ എം എഫിൻ്റെ ഇക്വേഷൻ. അല്ല നമുക്ക് എന്തൊക്കെ അറിയാം? കെ പി, കെ പിനെ പറ്റി പിച്ച് ഫാക്ടറിനെ പറ്റി ഒന്നും പറയുന്നില്ല. പിച്ച് ഫാക്ടറിനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ കെ പിൻ്റെ വാല്യൂ എന്താക്കുക? 1 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പറ്റി ഒന്നും പറയുന്നത് നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ? ഇവിടെ സ്ലോട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്ലോട്ടൊക്കെ പറയുന്നുണ്ട്. കെ ഡി എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കെ ഡി കണ്ടുപിടിക്കണം. പിന്നെന്താ? എഫ് ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ത് തന്നിട്ടില്ല? ഡയറക്റ്റായി തന്നിട്ടില്ല. പക്ഷെ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡും പോളും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോളും സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. NP/120. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി അടുത്ത് എന്താ? ടി. ടി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ടേൺസ് ആണ്. പക്ഷെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണെന്ന് തന്നിട്ടില്ല. എന്ത് തന്നിട്ടുണ്ട്? ടോട്ടൽ കണ്ടക്ടേഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്ര? 144 സ്ലോട്ട് ഉണ്ട്. ഓരോ സ്ലോട്ടിലും എത്ര ഉണ്ട്? 10 കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കണ്ടക്ടർ വരും? 144 × 10 അല്ലേ? 1440 കണ്ടക്ടേഴ്സ് വരും. അപ്പോൾ കണ്ടക്ടേഴ്സിനെ നമുക്ക് എന്താക്കണം? ടേൺസ് ആക്കിയിട്ട് മാറ്റണം. അത് ടി കിട്ടും. 5 എന്ത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0.03 വെബർ. അപ്പോൾ നമുക്ക് എന്താ പഠിക്കാം? ഇതിൽ അറിയാത്തത് കെ ഡി കണ്ടുപിടിക്കണം, എഫ് കണ്ടുപിടിക്കണം, ടി കണ്ടുപിടിക്കാം. ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പെർ ഫേസ് ഇ എം എഫ് ആണ് 4.44. കെ പി വാല്യൂ 1 ആയിട്ട് എടുത്തു. കെ ഡി എഫ് ടി ഇൻറ്റു 5. ഇപ്പോൾ ഓരോ ടേം കണ്ടുപിടിക്കുക. ആദ്യം എഫ് കണ്ടുപിടിക്കുക. ഫ്രീക്വൻസി എന്താ? PN/120 അല്ലെങ്കിൽ NP/120. പി എത്രയാണ്? 16, N 375. ഓക്കെ, 16 × 375 ഡിവൈഡ് ബൈ 120, 6000/120 എന്ന് വരും. ആൻസർ എത്രയാണ്? 50 ഹെർട്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി അടുത്തെന്താ? കെ പി. കെ പിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയില്ല. ഒന്നും പറയാത്തതുകൊണ്ട് കെ പിയുടെ വാല്യൂ എന്ത്? 1 ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് കെ ഡി കണ്ടുപിടിക്കണം അല്ലേ? കെ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? കെ ഡി എന്ന് വെച്ചാൽ എന്താ? സൈൻ എം β/2 ഡിവൈഡ് ബൈ എം സൈൻ β/2. എം എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. നമ്പർ ഓഫ് സ്ലോട്ട് എത്രയാ? 144. പെർ പോൾ 16 ഇൻറ്റു ഫേസ്. ഓക്കെ, ദാറ്റ് ഈസ് 144 ഡിവൈഡഡ് ബൈ 48. എത്ര വരും? 144 ഡിവൈഡ് ബൈ 48 3 ആണ്. എമ്മിൻ്റെ വാല്യൂ 3. ഓക്കെ, അത് 3 കണ്ടുപിടിച്ചു. ഇതിനകത്ത് എന്താ? ബീറ്റ കണ്ടുപിടിക്കണം അല്ലേ? ബീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? മെക്കാനിക്കൽ ഡിഗ്രി ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇലക്ട്രിക്കലാക്കി മാറ്റുക. മെക്കാനിക്കൽ ഡിഗ്രി എത്ര വരും? മൊത്തം എത്രയാ? 360 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 360 ഡിഗ്രി ഡിവൈഡ് ബൈ എത്ര സ്ലോട്ട് ഉണ്ട്? 144. 360 ഡിവൈഡ് ബൈ 144 ആണ് ഇത് മെക്കാനിക്കൽ ഡിഗ്രി എന്ന് പറയുന്നത്. തീറ്റ എം. ഓക്കെ, അങ്ങനെ തീറ്റ ഇലക്ട്രിക്കൽ അക്കൗണ്ട് എന്ത് ചെയ്യാം? തീറ്റ എം 144 ഇൻറ്റു P/2 ഇൻറ്റു P/2. ഓക്കെ, പി എത്രയാണ്? 16 ആണ്. അപ്പോൾ 360 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 2. അപ്പോൾ തീറ്റ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ കിട്ടും 20 ഡിഗ്രി എന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കാം. 20 ഡിഗ്രി. അപ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു എത്രയാണ്? 20 ഡിഗ്രിയാണ്. അത് നമുക്ക് കിട്ടി. അപ്പോൾ ബീറ്റയും കിട്ടി, എമ്മും കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കാം? കെ ഡി കണ്ടുപിടിക്കാം. കെ ഡി ഇസ് ഈക്വൽ ടു സൈൻ എം β/2 ഡിവൈഡ് ബൈ എം സൈൻ β/2. അതോട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ്. സൈൻ 10 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ സൈൻ 60/2 സൈൻ 30 വരും. വാല്യൂ എത്രയാണ്? 0.959. ദാറ്റ് ഈസ് 0.96. ഓൾമോസ്റ്റ് 0.96 ആണ്. എല്ലാം കെ ഡിയിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് കെ ഡിയിലൊക്കെ വരുന്ന വാല്യൂ 0.96 ആയിരിക്കും. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ കെ ഡിയുടെ വാല്യൂ 0.96 കിട്ടി. ഇനി എന്താ അറിയാത്ത? ടി അറിയണം. നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. ഓക്കെ, നമ്പർ ഓഫ് സ്ലോട്ട് എത്രയാണ്? 144 ആണ്. ഓരോ സ്ലോട്ടിൽ 10 കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ കണ്ടക്ടർ എത്രയാണ്? 1440. ഓക്കെ, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ടേൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 2. എത്ര കണ്ടക്ടറായി? ഡിവൈഡ് ബൈ 2 ചെയ്തു. അപ്പോൾ ഒരു ടേൺ കിട്ടിയല്ലോ. ഇൻറ്റു പെർ ഫേസിലാണ് പറയേണ്ടത്. അപ്പോൾ 2 × 6 ദാറ്റ് ഈസ് 1440 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്ര ഫേസ് ആണ്? 3 ആണ്. ഓക്കെ, കണ്ടക്ടേഴ്സ് ആണ് 1440. അതിനെ ടേൺസിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 2. കാരണം 2 ടേൺ കൂടുമ്പോഴാണ് ഒരു കണ്ടക്ടർ ആവുന്നത്. എത്ര ഫേസിലെന്ന് അറിയാൻ വേണ്ടി ബൈ 3യും കൂടി ചെയ്യാം. ഇത് 1440 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 240 എന്ന് വരും. ടിയുടെ വാല്യൂ 240. എല്ലാ വാല്യൂയും കിട്ടി. എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1534 വോൾട്ട്സ്. ഓക്കെ, 1534 വോൾട്ട്സ്. ഇത് ആൻസറിലുണ്ടോ? ഓപ്ഷനിലില്ല. അതെന്താണ്? ഫേസ് വോൾട്ടേജ് ആണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? ലൈൻ ഇ എം എഫ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ പറയുന്നത് എപ്പോഴും ഫേസ് വാല്യൂ ആണ്. അപ്പോൾ ഈ RMS പെർ ഫേസ് ആണ് 4.44 ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ വാല്യൂ ചെയ്താൽ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യുക? √3 കൊണ്ട് മൾട്ടിപ്ലൈ. കാരണം എന്താ? √3 കൊണ്ട് മൾട്ടിപ്ലൈ കാരണം എന്താ? ഏത് കണക്ഷനാന്ന് പറയുന്നുണ്ട്? സ്റ്റാർ കണക്ഷൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആൾട്ടർനേറ്റർ ആസ് സ്റ്റാർ കണക്റ്റഡ് വൈൻഡിങ്. അപ്പോൾ സ്റ്റാർ ആക്കാൻ വേണ്ടി ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിനെ ലൈൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു
റൂട്ട് 3 ചെയ്യുക. ദാറ്റ് ഈസ് ഈ ലൈൻ ഈസ് ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 1534. ദാറ്റ് ഈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? സോൾവ് ചെയ്യുക 2657. ഇതാണ് എന്ത് ആൻസർ എന്ന് പറയുന്നത് 2657. അപ്പോൾ നിയർലി വരുന്ന ഏതാണ്? 2770. നോക്കാം നിയർലി വരുന്നതിൽ ആൻസർ എന്തായാലും ക്ലിയർ ആൻസർ അതിനകത്തേക്ക് ഓപ്ഷനിലില്ല. നിയർലി വരുന്ന വാല്യൂ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. 2657 വോൾട്ടാണ് ആൻസർ വരിക. അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കെ പി തന്നിട്ടില്ലെങ്കിൽ കെ പിയുടെ വാല്യൂ 1 ആക്കുക. പിന്നെ ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ടേൺസ് ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുക. പെർ ഫേസ് ആക്കാൻ വേണ്ടി അതിനെയും ഡിവൈഡ് ബൈ 3 ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് ഇ എം എഫ് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ്. ഈ ഒരു ടൈപ്പിലെ പ്രോബ്ലംസ് മാത്രമേ ഇ എം എഫ് ഇക്വേഷനിൽ വരുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് സെപ്പറേറ്റ് ആയി ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നോക്കാം. ആൻ ഓൾട്ടർനേറ്റർ ഓൺ ആൻ ഓപ്പൺ സർക്യൂട്ട് ജനറേറ്റ്സ് 360 വോൾട്ട് അറ്റ് 60 ഹെർട്സ് when the field current is 3.6 ampere. Okay, neglecting the saturation, determine the open circuit voltage when the frequency is 40 hertz and the field current is 2.4 ampere. ഇതൊക്കെയാണ് പറയുന്നത്. 60 ഹേർട്സ് ഫീൽഡ് കറണ്ട് 3.6 ആകുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ഒ സി സി ആണ് ചെയ്യുന്നത്. ആൾട്ടർനേറ്ററിൻ്റെ ഒ സി സിയിൽ എത്ര കിട്ടും? 360 വോൾട്ട് കിട്ടും. സാച്ചുറേഷനൊക്കെ നമ്മൾ ഒഴിവാക്കുവാണെങ്കിൽ ഫ്രീക്വൻസി 40 ഹെർട്സ് ആക്കി ഫീൽഡ് കറണ്ട് 2.4 ആക്കിയാൽ എത്രയായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ്? അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്താ? ഇ എം എഫ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇ എം എഫ് ഇക്വേഷൻ ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ഈസ് ഈക്വൽ ടു 4.44 എഫ് 5 ടി കെ ഡി കെ പി. ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? 4.4 എഫിന് പ്രൊപ്പോഷണലാണ്, 5ക്ക് പ്രൊപ്പോഷണലാണ്, ടിക്ക് പ്രൊപ്പോഷണലാണ്, കെ ഡി കെ പി. ഇപ്പോൾ ടിയും കെ ഡി കെ പിനെ പറ്റി ഒന്നും പറയുന്നില്ല തൽക്കാലം. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയിക്കാം. ദാറ്റ് ഈസ് ഇ ഈസ് പ്രൊപ്പോഷണൽ ടു എന്തായിരിക്കും? ഇ എം എഫ് ഈസ് പ്രൊപ്പോഷണൽ ടു ഫ്രീക്വൻസി ഇൻ ടു ഫ്ലക്സ്. ഫ്രീക്വൻസി മാറുന്നത് ഇവിടെ പറയുന്നുണ്ട്. 60 ഹെർട്സിന് എത്രയും 40 ഹെർട്സ് ആവുന്നുണ്ട്. പക്ഷേ ഫ്ലക്സിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫ്ലക്സിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ എന്ത് പറയുന്നുണ്ട്? ഫീൽഡ് കറണ്ടിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, എന്താ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ഈസ് പ്രൊപ്പോഷണൽ ടു ഫീൽഡ് കറണ്ട്. നമ്മുടെ എല്ലാ മോട്ടറിലും ജനറേറ്ററിലും ഒക്കെ പഠിച്ചാണ്. ഫീൽഡ് കറണ്ട് കൂടുന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഫ്ലക്സ് കൂടുക കുറയുകയും ചെയ്യാം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോഷനിലാണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സിൻ്റെ സ്ഥലത്ത് ഫീൽഡ് കറണ്ട് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു എന്താണ്? ഇ ഈസ് പ്രൊപ്പോഷണൽ ടു എഫ് ഇൻറ്റു ഐ എഫ്. ഓക്കെ, ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഇ ഈസ് പ്രൊപ്പോഷണൽ ടു എഫ് ഇൻറ്റു ഐ എഫ്. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇ വൺ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് വൺ ഇൻറ്റു ഐ എഫ് വൺ. അതേപോലെ ഇ ടു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ ടു ഈസ് ഈക്വൽ ടു എഫ് ടു ഇൻറ്റു ഐ എഫ് ടു. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫ് വൺ തന്നിട്ടുണ്ട്, ഐ എഫ് വൺ തന്നിട്ടുണ്ട്, എഫ് ടു തന്നിട്ടുണ്ട്, ഐ എഫ് ടു തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇ ടു കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യുക. ഇ ടു ബൈ ഇ വൺ ഇസ് ഈക്വൽ ടു എഫ് ടു ബൈ എഫ് വൺ ഇൻറ്റു ഐ എഫ് ടു ബൈ ഐ എഫ് വൺ. എഫ് ടു എത്രയാണ്? എഫ് ടു രണ്ടാമത്തെ എഫ് ടു എത്രയാണ്? 40 ഹെർട്സ്. ദാറ്റ് ഈസ് എഫ് ടു എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഫ്രീക്വൻസി എത്രയായിരുന്നു? 60 ആയിരുന്നു. ഇൻറ്റു ഐ എഫ് ടു എത്രയാണ്? ഐ എഫ് ടുയുടെ വാല്യൂ 2.4, ഐ എഫ് വണ്ണിൻ്റെ വാല്യൂ 3.6. ദാറ്റ് ഈസ് 2.4 ഡിവൈഡഡ് ബൈ 3.6. ഓക്കെ, ഇതാണ് എന്ത്? ഇ ടു ബൈ ഇ വൺ. നമുക്ക് എന്താ വേണ്ടി? ഇ വൺ 2 ആണ് വേണ്ടിയത്. ദാറ്റ് ഈസ് ഇ വൺ ഇൻറ്റു എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടും. ഇതിനെന്ത് ചെയ്യുക? സോൾവ് ചെയ്യാം. വാല്യൂ ഇ വണ്ണിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ആദ്യത്തെ കേസിൽ ഇ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 360 വോൾട്ട് ആണ്. ഓക്കെ, 360 വോൾട്ട്. ദാറ്റ് ഈസ് 360 ഇൻറ്റു ഈ ഒരു ടേം. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ തൊട്ടും ഇ ടുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 160 വോൾട്ട് തൊട്ട്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇ ടു എന്ന് പറയുന്നത് 160 വോൾട്ട്. ഓപ്ഷനിൽ 160 വോൾട്ട് ഉണ്ട്. ആൻസർ ഡി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ഇതും ഇ എം എഫ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. പക്ഷേ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇ എം എഫ് ഇക്വേഷന് പ്രൊപ്പോഷണൽ എന്താണ്? എഫ് പ്രൊപ്പോഷൻ ഇ പ്രൊപ്പോഷണൽ ടു എഫ് ഇൻ ടു 5 ആണ്. അതിൽ 5 ഈസ് പ്രൊപ്പോഷണൽ ടു എന്തായിരിക്കും? ഫീൽഡ് കറണ്ട് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റും കൂടി, രണ്ട് കൺസെപ്റ്റും ഒന്നിച്ചാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ,
ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ സൈനുസോയിഡൽ EMF കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. സൈലന്റ് പോളിലാണെങ്കിൽ ക്യാംഫറിങ് ചെയ്യുക. രണ്ടാമത്തെ EMF ഇക്വേഷൻ്റെ ആൾട്ടർനേറ്ററിൻ്റെ EMF ഇക്വേഷൻ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ബ്രെഡ്ത്ത് ഫാക്ടർ, അത് വെച്ചിട്ടും EMF ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ആൾട്ടർനേറ്ററിൻ്റെ ഇന്ന് പഠിപ്പിച്ച സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.